So power system stability ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 3ലേക്ക് നമ്മൾ പോവുകയാണ്. പാർട്ട് സെക്കൻഡിൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 3ൽ വരുന്നത്. പാർട്ട് 2ൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ട് 3ൽ നമ്മൾ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി, ഇനർഷ്യ കോൺസ്റ്റന്റ് അല്ലേ, ഇനർഷ്യ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായിരിക്കും നമ്മൾ പഠിച്ചത്? നമ്മൾ ഫോൾട്ട് അല്ലേ, ഫോൾട്ട് വരുന്ന സമയത്തുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തെന്തായിരിക്കും വരിക? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A 2-pole 50 Hz 11 kV turbo generator. A 2-pole 50 Hz 11 kV turbo generator, 60 megawatt, 0.85 power factor, lag, having rotor moment of inertia 8800 kg/m². Inertia constant is h കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇക്വേഷൻ എന്തായിരിക്കും? Inertia constant h is equal to kinetic energy divided by rating അല്ലേ. Kinetic energy divided by rating. ഇവിടെ നോക്കിയാൽ തന്നിരിക്കുന്ന റേറ്റിംഗ് എന്താണ്? നമുക്കറിയാം എച്ചിന്റെ യൂണിറ്റ് എന്താ? കിലോ ജൂൾസ് പെർ MVA ആണ്. therefore നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരിക്കും? തന്നിരിക്കുന്നത് 60 മെഗാവാട്ടിലാണ് അല്ലേ. സോ മെഗാവാട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? MVA ലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ ആയിരിക്കും? therefore S is equal to 60 divided by പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ, 0.8. കാര്യം എന്താണ്? KVA is equal നമുക്കറിയാം എന്തായിരിക്കും? MVA is equal to MW by cos phi നമുക്കറിയാം. therefore എന്തായിരിക്കും? നമുക്ക് വേണ്ടത് MVA വേണം. therefore MW തന്നിട്ടുണ്ട്, 60 മെഗാവാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 0.8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 48 MVA കിട്ടും അല്ലേ. 48 MVA കിട്ടും. ഇനി എന്തായിരിക്കും ഒരു കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്താ? ഹാഫ് J ഒമേഗ സ്ക്വയർ അല്ലേ. J തന്നിട്ടുണ്ട് നമുക്ക്. J is equal to 8800 kg/m². അടുത്തെന്തായിരിക്കും? നമുക്ക് ഒമേഗ കണ്ടുപിടിക്കണം അല്ലേ. ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒമേഗ ഇസ് ഈക്വൽ ടു എങ്ങനെ ആയിരിക്കും? ഒമേഗ ഇസ് ഈക്വൽ ടു 2π അല്ലേ, 2π ns/60, 2π ns/60 അല്ലേ. വേറെ ns എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ns is equal to 120 f/p. that is equal to 120 ഉണ്ട്. f എത്ര ഫ്രീക്വൻസി തന്നിരിക്കുന്നത്? 50 ഉണ്ട്. p എത്ര ഉണ്ട്? p2. therefore that is equal to 3000 rpm എന്ന് കിട്ടും. 3000 rpm ns കിട്ടി. therefore ഒമേഗ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore 2π into 3000 divided by 60 അല്ലേ. that is equal to 2π into 3000 divided by 60. that is equal to വരും? that is equal to 314 വരും അല്ലേ. 314. therefore h is equal to moment of inertia constant h is equal to half into അല്ലേ, ഹാഫ് ഇൻറ്റു കൈനറ്റിക് എനർജി എന്താ? ഹാഫ് I ഒമേഗ സ്ക്വയർ അല്ലേ. ഹാഫ് ഇൻറ്റു I മൊമെന്റ് ഓഫ് ഇനർഷ്യ 8800 ഇൻറ്റു ഒമേഗ സ്ക്വയർ എത്ര? 314 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? നമ്മളെ റേറ്റിംഗ് എത്ര? 48 അല്ലേ. ഡിവൈഡ് ബൈ 48 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 6.152 കിലോ ജൂൾസ് പെർ MV എന്ന് കിട്ടും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പഴയ നോട്ട്സ് നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ടാകും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ടോപ്പ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുക, അതിനകത്ത് നമ്മൾ ഫോർമുലാസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സിൻക്രണസ് ജനറേറ്റർ റേറ്റഡ് 200 MVA have inertia constant 6 MJ/MVA. inertia constant at 100 MVA capacity ആണെങ്കിൽ എത്ര ചോദിച്ചിരിക്കുന്നത്? therefore for rating S1 തന്നിട്ടുണ്ടല്ലേ. S1 is equal to 200 MVA. S1 is equal to 200 MVA. ആ സമയത്തുള്ള inertia constant H1 is equal to എന്തായിരിക്കും? 6. then S2 is equal to 100 ആകുന്ന സമയത്ത് then what is H2 എന്നാണ് ചോദ്യം അല്ലേ. അപ്പോ നമുക്കറിയാം എന്തായിരിക്കും? നമ്മൾ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? മൊമെന്റ് ഓഫ് ഇനർഷ്യ M is equal to എന്തായിരിക്കും? S into H divided by pi f അല്ലേ. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? H ഉം S ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. therefore എങ്ങനെ പറയാൻ പറ്റും? therefore M into pi into f is equal to S into H അല്ലേ. അല്ലെങ്കിൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ S is equal to M into pi f divided by H എന്ന് കിട്ടും അല്ലേ. therefore എന്തായിരിക്കും? that is S is inversely proportional to 1 by H or എന്തായിരിക്കും? H is inversely proportional to 1 by S നമുക്ക് പറയാൻ പറ്റും അല്ലേ. therefore
Therefore നമുക്ക് എഴുതാൻ പറ്റും therefore h1 by h2 is equal to h1 by h2 is equal to s2 by s1 അല്ലേ s2 by s1. Therefore h1 തന്നിട്ടുണ്ട് എത്ര 6 by h2 is equal to s2 എത്ര തന്നിട്ടുണ്ട് s2 നമുക്ക് 100 തന്നിട്ടുണ്ട് that is 200 തന്നിട്ടുണ്ട് അല്ലേ 100 by 200 that is equal to എത്ര കിട്ടും ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് h2 is equal to 12 megajoules per MVA 12 megajoules per MVA എന്ന് കിട്ടും 12 megajoules per MVA അല്ലേ നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനെയാണ് m is equal to moment of inertia conclusion എന്താ moment of inertia is equal to s into h divided by pi f that is moment of inertia എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ moment of inertia proportional to rating moment of inertia proportional to inertia constant and it is inversely proportional to the frequency ഓർത്ത് വയ്ക്കുക ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് അടുത്ത നോക്കിയേ 50 hertz 4-pole turbo alternator 20 MVA rating 13.2 kilowatt has inertia constant 9 kilowatt 9 kilowatt per kVA. Find the kinetic energy stored in the rotor. First in the kinetic energy stored in the rotor at synchronous speed. Also determine the accelerating torque. If the shaft input less, if shaft input less, rotor losses is 2680 HP of metric, and electric power delivered electric power developed electrical power developed is 1600 kilowatt. അപ്പോൾ അതായിരിക്കും നമുക്ക് ഫസ്റ്റ് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ ഇങ്ങനെ ആയിരിക്കും ഫൈൻഡ് ദ കൈനറ്റിക് എനർജി അപ്പം എങ്ങനെയാണ് ഇനർഷ്യ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താ h is equal to half എന്തായിരിക്കും half I omega square അല്ലേ half j into omega square divided by s j omega square ആണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് therefore kinetic energy is equal to കിട്ടും h into s അല്ലേ h into s therefore h എത്ര തന്നിട്ടുണ്ട് h 9 തന്നിട്ടുണ്ട് അല്ലേ 9 h 9 തന്നിട്ടുണ്ട് റേറ്റിംഗ് എത്ര റേറ്റിംഗ് 20 MVA therefore that is equal to 180 19 to 2 20 to 9 180 ഇതായിരിക്കും ജൂൾസ് മെഗാ ജൂൾസ് അല്ലേ കൈനറ്റിക് എനർജി മെഗാ ജൂൾസ് ഒരു പാർട്ട് കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ട് വരുന്നത് എന്തായിരിക്കും സെക്കൻഡ് പാർട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും also determine the accelerating torque കണ്ടുപിടിക്കാനാണ് നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആക്സിലറേറ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണല്ലേ ആക്സിലറേറ്റിംഗ് പവർ കണ്ടുപിടിക്കണം പവർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിന് നമ്മൾ ഒമേഗ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ടോർക്ക് കിട്ടും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് therefore എങ്ങനെ എഴുതാൻ പറ്റും therefore accelerating power is equal to equation എന്താ പവർ accelerating power is equal to എന്തായിരിക്കും is equal to mechanical input power minus എന്തായിരിക്കും electrical output അല്ലേ PM minus PE നോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് therefore നമുക്ക് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് PM നോക്കിയേ mechanical power also determine the accelerator if shaft input less rotor losses is 26800 HP and electrical power delivered is 1600 kilowatt അതല്ലേ PM minus P that means ഈ 26800 HP എന്ന് പറയുന്നത് അതായിരിക്കും നമ്മളുടെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻപുട്ട് പറയുന്നത് അതായത് എന്തായിരിക്കും ഇഫ് ഷാഫ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 26800 HP ആണ് 1 HP എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക 1 HP എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമുക്ക് തന്നിരിക്കുന്നത് 1 മെട്രിക് HP ആണ് അല്ലേ HP ഓഫ് മെട്രിക് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും വരിക 730 മെട്രിക് HP is equal to 735.5 watts therefore ഇങ്ങനെ എഴുതാൻ പറ്റും so 1 metric HP is equal to എന്തായിരിക്കും വരിക 735.5 watts or എന്തായിരിക്കും 0.735 ഇതായിരിക്കും kilowatts വരും അല്ലേ therefore P acceleration ഇതായിരിക്കും വരിക that is equal to PM എത്ര ആയിരിക്കും വരിക that is equal to 26,800 into എന്തായിരിക്കും 0.735 അല്ലേ 735 minus
മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് സോറി ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് എത്രയായിരിക്കുന്നത് 16,000 അല്ലേ, മൈനസ് 16,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേറ്റിംഗ് പവർ കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3698 കിലോ വാട്ട്. 98 കിലോ വാട്ട് അല്ലെ. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? അവര് ആൾസോ ഡിറ്റർമിൻ ആക്സിലറേറ്റിംഗ് ടോർക്ക് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. therefore ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? therefore ആക്സിലറേറ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആക്സിലറേറ്റിംഗ് പവർ ഡിവൈഡ് ബൈ ഒമേഗ അല്ലെ. ഇവിടെ ഒമേഗ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? ഹിയർ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒമേഗ ഈസ് ഈക്വൽ ടു 2 ബൈ അല്ലെ. ഒമേഗ ഈസ് ഈക്വൽ ടു 2 ബൈ പി ഇൻറ്റു എങ്ങനെയാണത് നോക്കിയേ. സി നമുക്കറിയാം മെക്കാനിക്കൽ എന്തായിരിക്കും? ഒമേഗ ഒമേഗ ഈസ് ഈക്വൽ ടു 2 ബൈ പി ഇൻറ്റു 2 പൈ എഫ് അല്ലെ. 2 പൈ എഫ്. therefore that is equal to 2 എങ്ങനെ? 2 ബൈ പി എത്ര? പി എത്രയാണ്? 4 അല്ലെ. 4 ഇൻറ്റു 2 പൈ എഫ് എത്ര? 2 ഇൻറ്റു 3.14 ഇൻറ്റു 50. therefore ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? therefore പി ആക്സിലറേറ്റിംഗ് പവർ എത്ര ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3698 ഡിവൈഡ് ബൈ എന്തായിരിക്കും വരിക? ഒമേഗ അല്ലെ. ഡിവൈഡ് ബൈ ഒമേഗ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 23.54 കിട്ടും. 23.54 നമുക്ക് കിട്ടും. സോ അത് ആ ഒമേഗ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ ഒമേഗ എടുക്കുന്നത്? നോക്കണം നമ്മൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ കൊണ്ട് തെറ്റിച്ച് കളയരുത്. സി ഇങ്ങനെ അടിക്കുക. നമുക്കറിയാം ഫ്രീക്വൻസി ഇക്വേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു എൻ പി ഡിവൈഡ് ബൈ 120 അല്ലെ. എൻ പി ഡിവൈഡ് ബൈ 120 ആർ പി എം ആണ്. ആർ പി എം. അടുത്തെന്തായിരിക്കും? ആർ പി എസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? എഫ് ഈസ് ഈക്വൽ ടു എൻ പി ഡിവൈഡ് ബൈ 2 ആർ പി എസ്. 2 ആർ പി എസ് അല്ലെ. എന്തായിരിക്കും? നമ്മൾ 2 പൈ എഫ് കൊണ്ട് എന്തായിരിക്കും? 2 പൈ കൊണ്ട് അപ്പുറം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. therefore 2 പൈ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 പൈ എഫ് ഇൻറ്റു എൻ പി ബൈ 2. 2 പൈ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒമേഗ ഇ ഇലക്ട്രിക്കൽ അല്ലെ. ഇസ് ഈക്വൽ ടു 2 പൈ എഫ് സോറി 2 പൈ എഫ് അല്ല, ഇവിടെ 2 പൈ കൊണ്ട് അപ്പുറം മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 2 പൈ എഫ് വേണ്ട, 2 പൈ കൊണ്ട് എങ്ങനെ വരുന്നത്? എൻ പി ബൈ 2 ആർ പി എസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എൽ എച്ച് എസിനും ആർ എച്ച് എസിനും. അപ്പോൾ എന്ത് കിട്ടി? 2 പൈയും ഈ 2 പൈ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒമേഗ ഇ ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ അല്ലെ. ഒമേഗ ഇ. ആൻഡ് 2 പൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മെക്കാനിക്കൽ അല്ലേ. ഒമേഗ എം പി ബൈ 2. therefore that is എന്തായിരിക്കും? ഒമേഗ ഇ ഈസ് ഈക്വൽ ടു പി ബൈ 2 ഇൻറ്റു ഒമേഗ എം. ഒമേഗ ഇ ഈസ് ഈക്വൽ ടു പി ബൈ 2 ഇൻറ്റു ഒമേഗ എം. അതാണ് നമുക്കിവിടെ ടോർക്കാണ് വേണ്ടത്. ടോർക്ക് മീൻസ് എന്തായിരിക്കും? റൊട്ടേഷൻ ആണ് അല്ലെ. therefore നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒമേഗ എം ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഒമേഗ എം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഒമേഗ എം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 2 ബൈ പി എന്തായിരിക്കും? 2 ഇൻറ്റു ഒമേഗ ഇ ബൈ പി. അപ്പൊ ഒമേഗ ഇ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇലക്ട്രിക്കൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് 2 പൈ എഫ് മതി. ഫ്രീക്വൻസി കൊടുത്താൽ മതി. സോ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒമേഗ എം വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ ക്വസ്റ്റ്യനകത്ത് ആൻസർ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് വരുന്നത്. അത് ഓർത്ത് ചെയ്തു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി നമ്മൾ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോകുന്നത് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ ലാർജ് ഡിസ്റ്റർബൻസ് അല്ലേ. ദാറ്റ് മീൻസ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി മീൻസ് എന്തായിരിക്കും? ട്രാൻസിയൻസ് മീൻസ് ഇറ്റ്സ് എ ലാർജ് ഡിസ്റ്റർബൻസസ്. ലാർജ് ഡിസ്റ്റർബൻസസ് ലൈക്ക് ഒന്നതായിരിക്കും എക്സാമ്പിൾ ഫോൾട്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും? സഡൻ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഇൻപുട്ട്, sudden change in mechanical input, the tripping of a loaded generator, tripping of a loaded generator, and tripping of a transmission line. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒബ്ജക്റ്റീവിനകത്ത്.
ട്രാൻസ്മിഷൻ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റിൽ വരുന്നത്. കാര്യം എന്തായിരിക്കും? ദാറ്റ് മീൻസ് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? സോ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എന്തായിരിക്കും? മാക്സിമം പവർ that can be transferred without losing synchronism when subjected to large disturbance. Steady state stability limit എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? Maximum power without losing synchronism when subjected to എന്തായിരിക്കും? Small or gradual changes in load. ഇവിടെ എന്തായിരിക്കും വരിക? When subjected to large disturbance. അതായിരിക്കും transient stability limit എന്ന് പറയുന്നത്. ഒരു point to remember, transient stability limit it is always less than steady state stability limit. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇസ് ആൾവേസ് ലെസ് ദാൻ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോ പിന്നെ ഇതിനകത്ത് ഇപ്പം സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ട്രാൻസിയന്റ് സിസ്റ്റം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടി. ഇതാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ട്രാൻസിയൻസ് വന്ന് എന്തായിരിക്കും? ഇങ്ങനെ വന്ന് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇവൻ സ്റ്റേബിൾ ആവും. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഫോർ എ സ്റ്റേബിൾ കണ്ടീഷൻ എന്തായിരിക്കും? d delta by dt, that means the change in the rotor angle with respect to time is equal to 0. That means the rotor angle not change with respect to time. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ എന്ന് പറയുന്ന റോട്ടർ ആംഗിൾ ആണ്. ഈ എന്തായിരിക്കണം? ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കണം? എന്തായിരിക്കും? ചേഞ്ച് ഇൻ റോട്ടർ ആംഗിൾ ഡെൽറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം 0 ആണെങ്കിൽ, ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ റോട്ടർ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം ഈസ് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും. സോ അൺസ്റ്റേബിൾ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? അൺസ്റ്റേബിൾ ട്രാൻസിയന്റ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? അൺസ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ സെയിം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് ഡെൽറ്റ, ഇത് ടി ആർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഇത് ഇങ്ങനെ പോകും. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഡെൽറ്റ ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് ഓൾ ടൈം ഇന്റർവെൽസ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. Therefore, the condition that need to be established for a system to be stable is d delta by dt is equal to 0. Here, ഈ കേസ് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? The rotor angle still changes and the system is unstable. Because here എന്തായിരിക്കും? rotor angle changes. ഇവിടെ എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റേബിൾ കേസ് എന്തായിരിക്കും? The rotor angle എന്തായിരിക്കും? It is not changing with respect to time. അല്ലെ? ട്രാൻസിയൻസ് വന്നു, പിന്നെ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവൽ കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അത് സ്റ്റേബിൾ ആവും. ഇപ്പം സാധാരണ ഇത് ഓർത്ത് വയ്ക്കുക, എന്തായിരിക്കും അൺസ്റ്റേബിൾ, എന്തായിരിക്കും സ്റ്റേബിൾ, അതിന്റെ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. ഇത് എപ്പോഴും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. A power system is said to be stable completely if it satisfies option A. dp by d delta is equal to 0. dp by d delta is equal to 0 and d delta by dt is equal to 0. d delta by dt is equal to 0. Option B, dp by d delta greater than 0. അതെന്തായിരിക്കും? d delta by dt less than 0. Option C, dp by d delta greater than 0. d delta by dt is equal to 0. Option D, dp by d delta less than 0. d delta by dt is equal to 0. അപ്പോൾ ഒരു പവർ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവണമെങ്കിൽ ഏത് കണ്ടീഷൻ വേണം സാറ്റിസ്ഫൈ? ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൊല്യൂഷൻ നോക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പി ഡെൽറ്റ അല്ലെ? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് നമ്മൾ പഠിച്ചു എന്തായിരിക്കും? പവർ ആംഗിൾ കർവ് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് പവർ ഇതിന്റെ പി ഡെൽറ്റ ആണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു കർവ് കിട്ടും അല്ലെ? ഈ കർവ് കിട്ടുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് സ്റ്റേബിൾ പോയിന്റ്, ഇത് സ്റ്റേബിൾ ആയിരിക്കും, എന്തായിരിക്കും? ഇത് അൺസ്റ്റേബിൾ ആയിരിക്കും അല്ലെ? ഇതെന്തായിരിക്കും? ഇത് അൺസ്റ്റേബിൾ ആയിരിക്കും, ഇത് അൺസ്റ്റേബിൾ, എന്തായിരിക്കും? ഇത് ക്രിട്ടിക്കലി സ്റ്റേബിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടത്. ഇത് ക്രിട്ടിക്കലി സ്റ്റേബിൾ. അപ്പോൾ എന്തായിരിക്കും? ഇത് സ്റ്റേബിൾ ആണ് അല്ലെ? ഇവിടെ 0 മുതൽ 90 ഡിഗ്രി സ്റ്റേബിൾ ആണ്. ഇത് ആ സമയത്ത് എങ്ങനെ ആയിരിക്കും വരിക? അങ്ങനെ സമയത്ത് എങ്ങനെ ആയിരിക്കും? dp by d delta greater than 0 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? dp by d delta greater than 0. അപ്പോൾ എന്തായിരിക്കും? ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് സിസ്റ്റം ടു ബി സ്റ്റേബിൾ എന്തായിരിക്കും?
for systems to be stable, it's under steady state condition, dp by d delta should be greater than 0. And if for a transient condition, the change in the rotor angle with respect to time should be 0. Therefore, for steady state condition, dp by d delta should be greater than 0. Transient condition number d delta by dt is equal to 0. The option C is correct answer. So very important question. Then next, swing equation. Swing equation നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Swing equation. Swing equation പറയുമ്പോഴത്തേക്ക് PI is equal to it is a non-linear differential equation അല്ലേ? Differential equation of second order അല്ലേ? Second order it gives the relative the relative motion of the rotor with respect to time അല്ലേ? നമുക്ക് പറയാൻ പറ്റും m into d square delta by dt square is a non-linear differential equation. അപ്പം ഡെൽറ്റ എങ്ങനെ പിടിക്കാൻ പറ്റും? ഡെൽറ്റ is equal to it is a function of t അല്ലേ? Delta can be different as a function of t. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ solution of swing equation. This is important. Solution of swing equation. Methods for solution of swing equation. Solution of swing equation. ഒന്നാമത്തെ method. Point by point method. Which of the following is the method can be used for the solution of find the solution of swing equation? One, it is point by point method. Then second one, it is Euler's method. Euler's method. Then third one, Rankakutta method, RK method, Rankakutta method, RK method, and the last one is Milne's predictor method. Milne's predictor corrector method. ഇത്രയും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വിംഗ് ഇക്വേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് ഇത്രയും മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഈ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുക. പോയിന്റ്സ് ടു റിമെമ്പർ: power systems to be completely stable, steady state condition, dp by d delta greater than 0, and the rotor angle അല്ലേ? The rotor angle for understand transit state condition, the d delta by dt is equal to 0. അത് ഓർത്ത് വയ്ക്കുക. Then next, ഇതിനകത്ത് നമുക്ക് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. നമുക്ക് ഇപ്പോൾ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കി വയ്ക്കാം. ഫസ്റ്റ് ഈസ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ. ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ അല്ലെങ്കിൽ EAC. എന്ത് മെത്തേഡ്? ദിസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലേ? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. കാര്യം ഈ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്വിംഗ് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴത്തേക്ക് അതിനെക്കാട്ടി കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോ നീഡ് ഓഫ് സോൾവിംഗ് ദ സ്വിംഗ് ഇക്വേഷൻ ടു ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി. Graphical method, and no need of solving the string equation to determine the stability if you are following this equal area criteria. Very important point to remember: equal area criteria, it is applied to single machine infinite bus power system. Equal area criteria can be adopted only to equal area criteria can be applied to single machine infinite bus power system. അല്ലെങ്കിൽ SMIB, single machine infinite bus power system. Next point, cannot be applied to, equal area criteria cannot be applied to
applied to multi-machine infinite bus power system. It cannot be applied to multi-machine infinite bus power system. Infinite bus power system. Multi-machine infinite bus power system. അപ്പോൾ നോക്കിയേ, ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ഓഫ് എ മൾട്ടി മെഷീൻ പവർ സിസ്റ്റം സബ്സിക്വന്റ് ടു 3-phase ഷോർട്ട് സർക്യൂട്ട് ഈസ് എക്സാമിൻഡ് ബൈ യൂസിങ് എന്താണ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് സിംഗിൾ മെഷീന്റെ SMIB മെഷീൻ SMIB പവർ സിസ്റ്റം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ മൾട്ടി മെഷീൻ ഒരിക്കലും നമുക്ക് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ കളയുക. സോ മൾട്ടി മെഷീൻ പവർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് സ്വിംഗ് ഇക്വേഷൻ തന്നെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും. therefore എന്തായിരിക്കും യൂസിങ് ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ, അത് പറ്റത്തില്ല, നടക്കത്തില്ല. അടുത്തതായിരിക്കും ഓപ്ഷൻ സി ഏതർ EAC ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ ഒരു റോളും ഇല്ല. So option is എന്തായിരിക്കും, correct answer is B. That means for multi machine power system we have to depend എന്താണ് swing equation for determining the stability അല്ലേ. സോ അത് ഓർത്ത് വയ്ക്കാം. ബാക്കി ഈക്വൽ ഏരിയ ക്രൈറ്റീരിയ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. സോ നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഈക്വൽ ഏരിയ ക്രൈറ്റീരിയയും പിന്നെ അതിനകത്ത് ഒരു 4 പ്രോബ്ലംസും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മളുടെ സ്റ്റെബിലിറ്റി കഴിയും. ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ആംഗിൾ, പിന്നെ ക്രിട്ടിക്കൽ ക്ലിയറിംഗ് ടൈം, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.